ഇന്ത്യയിൽ ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം വന്ന് അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും പറയുകയും പ്രവാചകനെ പോലെ എല്ലാവരോടും സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തത് മഹാത്മാഗാന്ധിജിയാണ്. ഇന്ത്യ ലിവ്സ് ഇൻ വില്ലേജസ്, ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു, ഇന്ത്യയുടെ ആത്മാവ്, ദ സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദി ലൈസ് ഇൻ വില്ലേജസ് എന്നുള്ള സങ്കല്പത്തിൽ ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ ആത്മാവ്, കൃഷിയാണ് ഇന്ത്യയുടെ പിതാവ് എന്നൊക്കെ പറയുന്ന വളരെ വലിയ സങ്കല്പമുള്ള ഒരു രാജ്യമാണ്. എന്താണ് കേരളത്തിൽ ഇപ്പോൾ 30 വർഷമായി ജനകീയാസൂത്രണം തുടങ്ങി, 96 തുടങ്ങി, 2026 30 വർഷമായപ്പോൾ അത് ആഘോഷമായിട്ടൊക്കെ അതിൻ്റെ സംഘാടകർ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ നാൾ വഴി നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. 1882 എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ ഇന്ത്യക്ക് തരുന്നതിന് മുമ്പ് റിപ്പൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിലൊരു പ്രമേയം ഇന്ത്യയിൽ പാസ്സായിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് ആ ഒരു റിപ്പൺ പ്രഭുവിൻ്റെ റിപ്പോർട്ടാണ്. പ്രാദേശിക ഇന്ത്യയിലെ സ്വയംഭരണ സംവിധാനത്തിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ നമുക്ക് റിപ്പൺ പ്രഭുവിനെ വിളിക്കാൻ പറ്റും. 1907-9 കാലത്തിൽ റോയൽ കമ്മിറ്റി ഇന്ത്യയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് റോയൽ കമ്മിറ്റി വരുന്നുണ്ട്. അവിടെ കമ്മീഷൻ ഓൺ ഡീസെൻട്രലൈസേഷൻ, ഗ്രാമതലത്തിലുള്ള പ്രാദേശിക വിഭവ ശക്തിപ്പെടുത്തുന്നതിനായിരുന്നു. 35 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് പ്രാദേശിക ഭരണകൂടത്തിന് വേണ്ടി വന്നു. 52 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സാമൂഹ്യ വികസന പരിപാടികൾ വന്നു. 57 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വെച്ചു. ബൽവന്ത് റായ് മേത്തയാണ് ഇതെല്ലാം കോൺഗ്രസ് ഗവൺമെൻറ്, അന്ന് UP ഒന്നുമില്ല, കോൺഗ്രസ്സാണ് എല്ലാം കമ്മിറ്റി വയ്ക്കുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം, ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ വേണമെന്ന് പറഞ്ഞു. 1959 പഞ്ചായത്ത് രാജിൻ്റെ തുടക്കം രാജസ്ഥാനിലെ നഗൗറിൽ 1959 ഒക്ടോബർ 2 പഞ്ചായത്ത് രാജ് സംവിധാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു. 77 അശോക് മേത്ത ഒരു കമ്മിറ്റി വെച്ചു. അശോക് മേത്തയുടെ പേരിലുള്ള കമ്മിറ്റി വന്നു. അതും പഞ്ചായത്ത് രാജിനെ ശക്തിപ്പെടുത്താനുള്ള വലിയ ശുപാർശകൾ കൊടുന്നു. 86 M.N. സിംഗ്വി കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയും ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു, ഗ്രാമസഭയെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 1989 74-ാം ഭരണഘടന ഭേദഗതിയുമായി ബിൽ പഞ്ചായത്ത് രാജിൽ അവതരിപ്പിക്കാനുണ്ട്. രാജീവ് ഗാന്ധി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു, പക്ഷേ ആ ശ്രമം പാസ്സായില്ല. അതിനുശേഷം രാജ്യസഭയിലും പാസ്സായില്ല. അതിനുശേഷം 1992 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകുന്ന 73-ാമത് ഭരണഘടന ഔദ്യോഗികമായി പാർലമെൻറ്റ് പാസ്സാക്കി. രാജീവ് ഗാന്ധി തുടങ്ങി വെച്ചെങ്കിലും അത് പാസ്സാക്കാൻ അവസരം കിട്ടിയത് നരസിംഹറാവുവിനാണ്. 1991 ഏപ്രിൽ 24 പ്രാബല്യത്തിൽ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി രാജ്യം ആചരിക്കുന്നു. 71-ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി പഞ്ചായത്തുകൾക്കായി പ്രധാനപ്പെട്ട ഗ്രാമസഭയ്ക്കൊക്കെ വലിയ കിട്ടി. അതുപോലെ തന്നെ സ്വന്തമായൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ സംവരണം, സ്ത്രീ സംവരണം, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള വളരെ വലിയ ശ്രമങ്ങളാണ് നടന്നത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ 57-ലെ ഗവൺമെൻറ് 50-കളിൽ തന്നെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് രാജുകൾ രൂപീകരിച്ചിരുന്നു. ഈ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം 57-ൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തി. അവർ പ്രാദേശിക ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രാധാന്യം നൽകി. 60-കളാകുമ്പോൾ പഞ്ചായത്ത് സംവിധാനം പ്രാദേശിക വികസന പദ്ധതികളുമുള്ള രീതിയിലേക്ക് വർദ്ധിച്ചു. 91 ജില്ലാ കൗൺസിൽ അംഗം, ജില്ലാ കൗൺസിലുകളിലൂടെ, ജില്ലാ പഞ്ചായത്താണ് ഇപ്പോൾ, അന്ന് ജില്ലാ കൗൺസിൽ അംഗം, ജില്ലാ കൗൺസിലുകൾ വന്നു. 94 കേരള പഞ്ചായത്ത് രാജ് ആക്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ശക്തമായ നിയമാടിത്തറ കൊടുത്തു. 95 തദ്ദേശ ഭരണഘടന അനുസരിച്ച് പഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷൻ എന്നിവയുടെ പ്രവർത്തനം കൂടി ശക്തമായി. 96 ജനകീയാസൂത്രണം വന്നു. പിന്നെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ 2026 വരെയുള്ള നോക്കുമ്പോൾ 1800-കളിൽ തുടങ്ങി 2026 വരെ നിൽക്കുന്ന വലിയ നീണ്ട ചരിത്രമുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ സംഭവമാണ് ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണം. 30 വയസ്സാണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഒരു വള്ളം പരിപാടികൾ, രാജീവ് ഗാന്ധി, നരസിംഹറാവു, മഹാത്മാഗാന്ധി, അങ്ങനെ തുടങ്ങി വലിയൊരു സംഘം ആളുകളുടെ സ്വപ്നത്തിൻ്റെയും ചിന്തകളുടെയൊക്കെ ബാക്കി പത്രമായിട്ടാണ് ജനകീയാസൂത്രണം വന്നതും അത് ഇപ്പോൾ ഇങ്ങനെ ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും.